വണ്ടിപ്പെരിയാർ വിഷയത്തിൽ വനിതാ മോർച്ച പ്രവർത്തകർ ഇജിയുടെ വീട്ടിൽ ചാടിക്കടന്നു. വീട്ടുവളമ്പിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? DGPയുടെ ഔദ്യോഗിക വസതിയിലാണോ ഇവർ ചാടിക്കടന്നത്? പറയൂ. ാണ് മഹിളാ മോർച്ച പ്രവർത്തകർ ചാടിക്കയറിയത്. 5ഓളം പ്രവർത്തകരാണ് പോലീസ് സുരക്ഷ മറികടന്നുകൊണ്ട് DGPയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ ചാടിക്കയറിയത്. ഏകദേശം ഇവർ കഴിഞ്ഞ 10 മിനിറ്റോളമായി വീട്ടിലെ കോമ്പൗണ്ടിനുള്ളിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ആവശ്യത്തിന് വനിതാ പോലീസ് ഇല്ലാത്തതിനാൽ പോലീസിനെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധിക്കില്ല. അതിനുശേഷം ഇപ്പോഴാണ് മ്യൂസിയം പോലീസ് കൂടുതൽ വനിതാ പോലീസ് ഉൾപ്പെടെ കൊണ്ടുവന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവർ 10 മണിക്ക് DGP ഓഫീസിലേക്ക് ഈ വണ്ടിപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. പോലീസ് ഇവരുടെ മാർച്ച് DGP ഓഫീസിലേക്കാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ DGPയുടെ വീടിന് വലിയ സുരക്ഷ നൽകിയിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഇവർ അപ്രതീക്ഷിതമായി കോമ്പൗണ്ടിനുള്ളിൽ കയറി പ്രതിഷേധിച്ചത്. ഇപ്പോൾ നിലവിൽ 3 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട്. മറ്റു 2 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇവർ വലിയ പ്രതിഷേധമാണ് ഇതാക്കുന്നത്. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ പോലീസിന് വീഴ്ച പറ്റി. ഇക്കാര്യത്തിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചില്ല. പോലീസിന്റെ വീഴ്ചകൾ കാണിച്ചാണ് ഇവർ DGPയുടെ വീടിന് മുന്നിൽ പ്രതിഷേധമായി എത്തിയത്. എന്തായാലും DGPയുടെ ഭവനത്തിൽ വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചത്. കാരണം അതീവ സുരക്ഷാ മേഖലയായ ഇവിടെ പ്രവർത്തകർക്ക് എളുപ്പത്തിൽ കയറാൻ സാധിച്ചു. എന്തായാലും മ്യൂസിയം പോലീസ് എത്തി പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പോലീസിന് സൂചനയില്ലായിരുന്നു? സ്പെഷ്യൽ ബ്രാഞ്ചിന് അറിയിപ്പുകളും റിപ്പോർട്ടുകളും ഒന്നും കിട്ടിയില്ലേ? വണ്ടിപ്പെരിയാർ വിഷയത്തിൽ വനിതാ മോർച്ച പ്രവർത്തകർ തിരുവനന്തപുരത്തെ DGPയുടെ വീട്ടിൽ ചാടിക്കയറിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. വീട്ടുവളപ്പിൽ BJP വനിതാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. വനിതാ പോലീസ് സ്ഥലത്തില്ലാത്ത കാരണം അല്പസമയം കഴിഞ്ഞാണ് തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് വനിതാ പോലീസുകാരെത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. അവരെ വണ്ടിയിൽ കയറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. AV ജയശങ്കർ സംഭവ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. പറയൂ ജയശങ്കർ. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 4 വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. അവസാനത്തെ യുവമോർച്ച പ്രവർത്തകരെ കൂടി പോലീസ് കയറ്റി കഴിഞ്ഞു. എന്തായാലും മുഴുവൻ പ്രവർത്തകരെയും നിലവിൽ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. മ്യൂസിയം പോലീസ് എത്തിയാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. വണ്ടിപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഇവരൊരു പ്രതിഷേധമായി എത്തിയത്. തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസിന് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം അത്രയും ക്രമീകരണങ്ങളുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ വീട്ടിൽ തന്നെ യുവമോർച്ച പ്രവർത്തകർ എത്തി പ്രതിഷേധിച്ചു. ഈ ഒരു കാലയളവിന് ശേഷമാണ് ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ പ്രവർത്തകരെത്തി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എന്തായാലും വണ്ടിപ്പെരിയാർ വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഇന്ന് DGP ഓഫീസിലേക്കും ഇവർ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 മണിക്കായിരുന്നു ഈ ഒരു മാർച്ച്. ഇതിന് മുന്നോടിയായാണ് ഇവർ DGPയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്തായാലും ഇവർ 30 മിനിറ്റിലധികം നേരം DGPയുടെ ഔദ്യോഗിക വസതിയിൽ പ്രതിഷേധിച്ചു. ആവശ്യത്തിന് വനിതാ പോലീസ് ഇല്ലാത്തതിനാൽ പോലീസിനെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധിച്ചില്ല. എന്തായാലും പ്രവർത്തകരെ നിലവിൽ ഇവിടെ നിന്ന് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഓക്കെ, താങ്ക് യു AV ജയശങ്കർ. ഇപ്പോൾ സംസ്ഥാനത്ത് DGPയുടെ ഔദ്യോഗിക വസതിയിലേക്ക് വനിതാ മോർച്ച പ്രവർത്തകർ ചാടിക്കയറി എന്നുള്ള വാർത്ത വരുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത്. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ പ്രതിഷേധിച്ചായിരുന്നു വനിതാ മോർച്ച പ്രവർത്തകരുടെ ഈ പ്രവൃത്തി. വീട്ടുവളപ്പിൽ അവർ പ്രതിഷേധിച്ചു. വനിതാ പോലീസുകാരില്ലാത്ത കാരണം അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ കുറച്ച് സമയമെടുത്തു. ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.